അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് ഞങ്ങൾക്കാണ്, മലയാളത്തിലെ മലയാളിയായിട്ടുള്ള ഒരു കവിക്കാണ് ജി ശങ്കരക്കുറുപ്പ്. ഒരു പിടിയില്ല. അവർക്ക് ആകെ കൂടി കേട്ടിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് യേശുദാസ് എന്ന് കേട്ടിട്ടുണ്ട്. മലയാളം പഠിച്ചാൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല, ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ രക്ഷപ്പെടൂ എന്നുള്ളതൊരു അന്ധവിശ്വാസമാണ്. അറബികളെല്ലാം അവരുടെ വേഷത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ വേഷത്തിൽ നിന്നും യാതൊരു വിഷയവും എനിക്ക് ആദ്യത്തെ യാത്രകളിൽ ഉണ്ടായിട്ടേ ഇല്ല. കാര്യം സാരി വലിയ അസൗകര്യമാണ്, ലക്ഷ്മണരേഖയാണ് സാരി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നേരെ നടക്കാനും പറ്റത്തില്ല, ഓടാനും പറ്റത്തില്ല, ബസ് കയറാനും പറ്റത്തില്ല, ട്രെയിനിൽ കയറാനും പറ്റത്തില്ല, പോക്കറ്റും ഇല്ല, ഒരു കാര്യമില്ല. മീറ്റിങ്ങിന് അതൊക്കെ രാജാവ് വന്ന് ഉദ്ഘാടനം ചെയ്യാണ്. ഏത് രാജാവ്? എന്നെ സംബന്ധിച്ച് കൂടി എനിക്കറിയാവുന്ന രാജാവിനെ ചീട്ടിനകത്തുള്ള രാജാവ് മാത്രമേ ഉള്ളൂ. കവടിയാർ കൊട്ടാരം എൻ്റെ രാജ്യത്തിൻ്റെ സെക്രട്ടേറിയറ്റ് അല്ല. ദേവൻ എന്നാണ് നാരായണ ഗുരുവിനെ അവർ വിളിക്കുന്നത്. ആരാ ദേവന്മാർ നിങ്ങൾക്കറിയാമല്ലോ. പുരാണങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാത്തരം കൊള്ളരുതായ്മകളും കാണിച്ചവരുടെ പേരാണ് ദേവൻ എന്നുള്ളത്. സ്ത്രീകൾക്ക് ഒരു വനിതാ കമ്മീഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ 1000 വട്ടം ശിക്ഷിക്കുമായിരുന്ന ഒരാളാണ് ദേവേന്ദ്രൻ. അപ്പോൾ അക്കൂട്ടത്തിലാണ് നാരായണ ഗുരുവിനെ പെടുത്തിയിരിക്കുന്നത്. ഗുരുദേവൻ എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ഗുരുദേവനാകുന്നത്? ഗുരു മനുഷ്യനാണ്. കേരളത്തിലെ ജില്ലകളിലെ ഏറ്റവും ഒരു സന്തോഷം തോന്നിയിട്ടുള്ള ഒരു ജില്ല എനിക്ക് വാസ്തവത്തിൽ കണ്ണൂരാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കണ്ണൂർ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്ന് മാത്രമല്ല, ഒരുപാട് പല സ്ഥലങ്ങളിൽ ഞാൻ കവിത വായിക്കാൻ പോയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, അല്ലാതെ തന്നെ കണ്ണൂരിന് എന്തോ ഒരു നമ്മളോട്ട് നമ്മളെ അടുപ്പിക്കുന്ന ഒരു അദൃശ്യമായിട്ടുള്ളൊരു സ്നേഹം കണ്ണൂരിനുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലവും നല്ലതാണ്. എല്ലാ സ്ഥലത്തും ഞാൻ പോയി കവിതയും വായിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എനിക്ക് കൂട്ടുകാരുണ്ട്. ഒരു ബാനറും ഇല്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ബാനറൊന്നും ഇല്ലാതെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഞങ്ങളുടെ വിനോദങ്ങളാണ് ഞങ്ങളൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു മതാതീത സാംസ്കാരിക യാത്ര നടത്തി. ഒരു നഷ്ടവും വന്നില്ല. ഇവിടെ വന്ന് 1 ലക്ഷം രൂപ അധികം നമ്മുടെ കയ്യിൽ. അത്രമാത്രം ആളുകൾക്ക് താല്പര്യമുണ്ടായ ഒരു ജാഥയാണ്. അപ്പോൾ അത്രമാത്രം ആളുകളുടെ ഒരു സഹകരണം ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ സഹകരണം ഉണ്ടായ സ്ഥലം. കണ്ണൂരിനെ കുറിച്ചുള്ള ഒരു കവിത. കണ്ണൂരെനിക്കേറെ ഇഷ്ടം, വിണ്ണിൽ നിന്നും വീണ നക്ഷത്ര വിത്തുപോൽ, മണ്ണിൽ വേരോടിച്ച കുങ്കുമച്ചാമ്പ പോൽ. കണ്ണൂരെനിക്കേറെ ഇഷ്ടം, പൈതൽ മല പോൽ കുമിഞ്ഞ സ്നേഹം, പയ്യന്നൂർ പുഴ പോലെ വശ്യം, പയ്യാമ്പലത്തെ സ്മൃതിക്കടൽ ഗർജനം, കൃഷ്ണപ്പാട്ടായി പടർന്ന താരാട്ട്, എവി നടന്ന വരമ്പ്, എക്കേജി പൂമരം, വീരപഴശ്ശി പറന്ന പോർവീഥികൾ, രക്തസാക്ഷിച്ചൂരുറഞ്ഞ തെയ്യങ്ങൾ, ഏഴിമലയിലെ കാറ്റ്, വെങ്ങക്കഥ, കല്ലൂക്കഭേ, വാഗ്ഭടാനന്ദമാടിയ ചിന്തയും വാക്കും ജ്വലിച്ച മുറ്റങ്ങൾ. കണ്ണൂരെനിക്കേറെ ഇഷ്ടം. അമ്മ മലയാളം, നമ്മുടെ ഭാഷയെക്കുറിച്ചുള്ള ഒരു അഭിമാനബോധം നമുക്ക് ഉണ്ടാകും. മലയാളം ഒരു മോശപ്പെട്ട ഭാഷയൊന്നുമല്ല കേട്ടോ. മലയാളത്തിൻ്റെ ഭാഷ ഉണ്ടെന്ന് പോലും അങ്ങോട്ടും പോകുന്നതോറും ആർക്കും അറിയത്തില്ല. ഒരിക്കൽ രാജസ്ഥാനിലെ ജയ്പൂരിൽ ഒരു കവിസമ്മേളനം, ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു വനിതയാണ്. അവരോട് ഞാൻ മലയാളത്തിൽ നിന്ന് വരികയാണ്. അവർക്ക് കേട്ടിട്ടേ ഇല്ല, മലയാളം എന്നൊരു ഭാഷയെ കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് ഞങ്ങൾക്കാണ്, മലയാളത്തിലെ മലയാളിയായിട്ടുള്ള ഒരു കവിക്കാണ് ജി ശങ്കരക്കുറുപ്പ്. ഒരു പിടിയില്ല. അവർക്ക് ആകെ കൂടി കേട്ടിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് യേശുദാസ് എന്ന് കേട്ടിട്ടുണ്ട്. അതാണ് ഒരു ഉത്തരേന്ത്യൻ വിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു തമാശ വന്നിട്ട് ഞാൻ അവരോട് മലയാളം എന്ന MA ഇല്ല BA ഇല്ല എന്നിങ്ങനെ എഴുതി കാണിച്ചിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകതയുണ്ട്, അത് ഇങ്ങോട്ട് വായിച്ചാലും മലയാളം എന്നാണ്, അവിടെ ഇങ്ങോട്ട് വായിച്ചാലും മലയാളം എന്നാണ്. അപ്പോൾ ഇവരുടെ പ്രതികരണം എന്ന് പറയുന്നത് അറബ് പോലെയുള്ളൊരു ഭാഷയാണോ നിങ്ങളുടെ ഭാഷ എന്നാണ്. ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എത്രയോ ഉയർന്ന നിലവാരമുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് മലയാളം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ്. പ്രത്യേകിച്ചും അതിനൊരു ഒരു പ്രത്യേക അക്ഷരമുണ്ട്. ഴ എന്ന് പറയുന്ന അക്ഷരം നമുക്ക് മാത്രമുള്ളൊരു അക്ഷരമാണ്. നമ്മുടെ ഭാഷ കഴിഞ്ഞാൽ പിന്നെ ഫ്രാൻസിലാണ് ഈ അക്ഷരമുള്ളത്, ഫ്രഞ്ച് ഭാഷയിലാണ് റാങ് പോൾ സാർത്ര ഒക്കെ ഉള്ളത്. ഒരിക്കൽ വളരെ CH ധവൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് ഈ ആഫ്രോ ഏഷ്യൻ യങ് റൈറ്റേഴ്സ് കോൺഫറൻസിന് എന്നെയും കൂടി പറഞ്ഞയച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ആർക്കും ഈ കുരിപ്പുഴ എന്ന് പറയാൻ അറിയാൻ വയ്യ. ഒന്നീ കുരിപ്പുസ, അല്ലെങ്കിൽ കുരിപ്പുജ, അല്ലെങ്കിൽ കുരിപ്പുള എന്നൊക്കെയാണ് പറയുക. കുരിപ്പുഴ എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. ഫ്രഞ്ച് കോളനിയിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് മാത്രമാണ് കുരിപ്പുഴ എന്ന് പറയാൻ പറ്റുക. ഞാൻ സമാധാനിച്ച്, ഞാൻ എത്രയോ ചെറിയൊരു കക്ഷിയാണ്, മലയാളത്തിലെ ഏറ്റവും ചെറിയൊരു കവിയാണ് ഞാൻ. ആളുകളെ കിടക്കില്ലേ, എഴുത്തച്ഛൻ, ചങ്ങമ്പുഴ, പഴവള രവേശൻ, കുഴൂർ വിൽസൺ, ഏഴാച്ചേരി രാവേദന, എല്ലാവരും പോക്കാണ്, ഒരു രക്ഷയില്ല. ഇതാണ് ഈ ഭാഷയുടെ അറിവുകൾ. നമ്മുടെ സാധ്യത വളരെ വലുതാണ്. നമ്മളെ സാധ്യത മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്.
മലയാളത്തിൽ എഴുതുക, മലയാളം സംസാരിക്കുക, കുഞ്ഞുങ്ങളെ മലയാളം പഠിപ്പിക്കുക. നമ്മുടെ മലയാളം മിഷനൊക്കെ വലിയ പ്രവർത്തനം നടത്തുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് മലയാളം മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാനുള്ള വലിയ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. മലയാളം എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു ഭാഷയല്ല. മലയാളം ഇപ്പോൾ ഒരു കണക്ട് ചെയ്യുന്ന, ലിങ്ക് ചെയ്യുന്ന ഭാഷയാണ്. ഞാനിന്ന് വൈഫിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. വൈഫിനെ ഡെലിവറിയാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഈ ഡെലിവറി, വൈഫ്, ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ തമ്മിൽ ചേർക്കുന്ന ഒരു ഭാഷയായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, മലയാളം പഠിച്ചാൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല, ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ രക്ഷപ്പെടൂ എന്നുള്ളതൊരു അന്ധവിശ്വാസമാണ്. മലയാളികൾക്ക് ഒരുപാട് അന്ധവിശ്വാസമുണ്ട്. അതിലൊരു അന്ധവിശ്വാസം ഇംഗ്ലീഷാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ പോകുന്നത്. അത് വെറുതെ പറയുന്നതാണ് കേട്ടോ. അറേബ്യൻ നാടുകളിൽ എങ്ങും ചെന്നാൽ ഇംഗ്ലീഷ് കൊണ്ട് യാതൊരു രക്ഷയില്ല, ഒരു മാർഗ്ഗമില്ല. ഞാനെനിക്ക് ദസ്തയേവ്സ്കിയുടെ വീട്ടിൽ പോയി. അവിടെ സ്ത്രീകളിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ വായിച്ചുള്ള അറിവുണ്ടല്ലോ. അപ്പം പിന്നെ ഒരു സങ്കീർത്തനം പോലെ വായിച്ചു, അദ്ദേഹത്തിൻ്റെ കൃതികൾ തന്നെ വായിച്ചു ഒക്കെ നല്ല പരിചയം നമുക്കുണ്ടല്ലോ. നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങളറിയാം. പക്ഷേ ചില സംശയങ്ങൾ ചോദിക്കാൻ ഇംഗ്ലീഷിൽ ഞാൻ അവരോട് ചോദിച്ചിട്ട് ഒരു രക്ഷയില്ല. അവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അവർക്ക് റഷ്യൻ മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് റഷ്യൻ അറിയത്തില്ല. പണ്ട് ശർമാജിയൊക്കെ ഉണ്ടായിരുന്ന കാലത്താണെങ്കിൽ അല്പസ്വല്പം റഷ്യൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു തോന്നുന്നു. അത്രയേ ഉള്ളൂ. അതിനുശേഷം ആർക്കും തന്നെ ഈ റഷ്യൻ ഭാഷ അറിയാൻ വയ്യ, ഒരു മാർഗ്ഗമില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് നമ്മുടെ ഭാഷ മലയാളം. അമ്മ മലയാളം എന്ന കവിത ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാകുന്നു. ഇതൊരു സവിശേഷ സന്ദർഭമായതുകൊണ്ട് ഞാനിന്ന് കേരളത്തെക്കുറിച്ച് തന്നെ മനഃപൂർവ്വം പറയണമെന്ന് തീരുമാനിച്ചതുകൊണ്ട് ഞാൻ ഈ കവിത വായിക്കുന്നു. അമ്മ മലയാളം. കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിൻ്റെ ഈണച്ചതിച്ചേലറിഞ്ഞു ചിരിച്ചൊരാൾ ഞെട്ടിത്തെറിച്ചു തകർന്നു ചോദിക്കുന്നു, വിറ്റുപോ നീ എൻ്റെ ജീവിത ഭാഷയെ? ഓലയും നാരായവും കാഞ്ഞിരത്തിൻ്റെ ചോലയിൽ വച്ചു നമിച്ചു തിരിഞ്ഞൊരാൾ ആദിത്യനേത്രം തുറന്നു ചോദിക്കുന്നു, ഏതു കടലിൽ എറിഞ്ഞു നീ ഭാഷയെ? ചിഞ്ചിലം നിന്ന് ചിലങ്കകളൂരിട്ട് നെഞ്ചത്തു കൈവച്ചു ചോദിക്കയാണൊരാൾ, ചുട്ടുവോ നീ എൻ്റെ കേരള ഭാഷയെ? വീണപൂവിൻ്റെ ശിരസ്സു ചോദിക്കുന്നു, പ്രേമസംഗീത തപസ്സു ചോദിക്കുന്നു, ചിത്രയോഗത്തിൻ നഭസ്സു ചോദിക്കുന്നു, മണിനാദമാർന്ന മനസ്സു ചോദിക്കുന്നു, പാടും പിശാച് ശപിച്ചു ചോദിക്കുന്നു, പന്തങ്ങൾ പേറും കരങ്ങൾ ചോദിക്കുന്നു, കളിയച്ഛനെയ്ത കിനാവു ചോദിക്കുന്നു, കാവിലപ്പാട്ടിൻ കരുത്തു ചോദിക്കുന്നു, പുത്തരിച്ചുണ്ടയായി ഗോവിന്ദ ചിന്തകൾ പുസ്തകം വിട്ട് തഴച്ചു ചോദിക്കുന്നു, എവിടെ എവിടെ സഖ്യപുത്രി മലയാളം, എവിടെ എവിടെ സ്നേഹപൂർണ്ണ മലയാളം? മലയാളികളുടെ വസ്ത്രം ഏതാണ്? മുണ്ട് മലയാളികളുടെ സ്വന്തം ഒരു വസ്ത്രമല്ല. നമ്മൾ ചെറിയൊരു മുണ്ട് മാത്രമാണ് കൊടുത്തിരുന്നത്. സാരിയൊന്നും മലയാളിയുടെ വസ്ത്രമല്ല. അതിനു മുമ്പുള്ള നമ്മുടെ അമ്മമാർ വേറെ വസ്ത്രങ്ങളാകും. വസ്ത്രം പകുതിയെ എടുക്കാറുണ്ടല്ലോ. അതിനുവേണ്ടി സമരം ചെയ്ത നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്, പേരനാട് കലാപം. എന്നാലും മുണ്ട് നമുക്കൊക്കെ പ്രിയപ്പെട്ട, അതായത് കാരണം മുണ്ടിനെ കുറിച്ചുള്ളൊരു കവിത. മുണ്ടെടുക്കുമ്പോൾ ആൾക്കാർ വലിയ സംശയമുണ്ട്, മുണ്ടെടുത്തുകൊണ്ട് ഫ്ലൈറ്റിൽ കയറാമെന്നൊരു സംശയമുണ്ട്. കയറാം കേട്ടോ. ഞാനങ്ങനെ ഒരിക്കൽ ഈ UAE ഒരു മീറ്റിങ്ങിന് കവിതരങ്ങനായിട്ട് പോയപ്പോൾ മുണ്ടെടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആൾ പറഞ്ഞ് മുണ്ടെടുത്തുകൊണ്ട് ചിലപ്പോൾ വിമാനത്തിൽ കയറ്റുകയില്ല, അവിടെ ചെന്ന് ഇറങ്ങിയാൽ നമ്മൾ ബുദ്ധിമുട്ടി പോകും. അങ്ങനെയൊന്നുമില്ല. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴേ അറബികളെല്ലാം അവരുടെ വേഷത്താണ് നിൽക്കുന്നത്. നമ്മുടെ വേഷത്തിൽ നിന്നും യാതൊരു വിഷയവും എനിക്ക് ആദ്യത്തെ യാത്രകളിൽ ഉണ്ടായിട്ടേ ഇല്ല. മുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വല്ലപ്പോഴും കൂടി മുണ്ടെടുക്കുന്നത് നല്ലതാണ്. എപ്പോഴും മുണ്ടെടുത്തില്ല. മുണ്ടിന് ഇപ്പോൾ പുതിയ കാലത്ത് ചില അസൗകര്യങ്ങളുണ്ട്. കാര്യം നമുക്ക് മൊബൈൽ ഫോണുകൾ, ഒന്നിലധികം മൊബൈൽ ഫോണുണ്ട്, ഒരുപാട് കാർഡുകളുണ്ട്. ഇതൊക്കെ എവിടെ സൂക്ഷിക്കും? മുണ്ടിനകത്ത് യാതൊരു സൗകര്യവും ഇല്ല. അതുകൊണ്ട് മുണ്ട് മാറ്റിയിട്ട് ഒരുപാട് പിന്നെ പോക്കറ്റുള്ള ഒരു വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും പുതിയ കാലത്ത് എന്നാണ് എനിക്ക് തോന്നുന്നെങ്കിലും നമ്മുടെ ഒരു പഴയ ചിന്ത എന്നുള്ള നിലയ്ക്ക്, ഇവിടെ ഇതിൻ്റെ ഒരു മധുരിക്കുന്ന ഒരു ഓർമ്മ എന്നുള്ള നിലയ്ക്ക് മുണ്ടൊടുക്കുമ്പോൾ മൂടൽ മഞ്ഞാൽ മുണ്ടൊടുത്ത മകരമാസം, ദൂരെ മേഘമുണ്ടാൽ മാനം കാക്കും കറുമ്പൻ മാനം. കേരളം ഞാൻ മുണ്ടുടുത്തു സഞ്ചരിക്കുമ്പോൾ എൻ്റെ നേരിലേറി നിറയാറുണ്ട് ആദിമലയാളം. വേട്ടയാടാൻ പിറന്നോരുടെ കാലുറകൾക്ക് നാട്ടിലെല്ലാം നല്ല കാലം നടപ്പുദീനം. കേരളം ഞാൻ കൊന്തലയ്ക്കൽ കൈകൊളുത്തുമ്പോൾ എൻ്റെ കാൽവിരലിൽ തുടങ്ങുന്നു വടക്കൻ പാട്ട്.
മുണ്ടുരിഞ്ഞു പുതയ്ക്കുമ്പോൾ കണ്ടറിഞ്ഞു കിടക്കുമ്പോൾ ചുണ്ടിൽ വന്നു തുടിക്കാറുണ്ട് ഇടയ്ക്കൂട്ട് കാതിൽ നെഞ്ചുടഞ്ഞ ഞെരളത്തിൻ പ്രണയപ്പാട്ട് മുണ്ടലക്കി വെളുപ്പിക്കെ വെയിൽ തോളത്തുലർപ്പിക്കെ പണ്ടു തൊട്ടേ മലർക്കാറുണ്ട് അരുമപ്പൂവ് തുമ്പയും പാലയും പൂത്തു മതിക്കും കാട്. വസ്ത്രങ്ങൾക്ക് വലിയ വ്യത്യാസം ഉണ്ടാകേണ്ടതുമാണ്. കാര്യം കാലത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ സാരി മാറിയ ആളുകൾ ചുരിദാർ ഇടാൻ തുടങ്ങിയതാണ്. കാര്യം സാരി വലിയ അസൗകര്യമാണ്, ലക്ഷ്മണരേഖയാണ് സാരി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നേരെ നടക്കാനും പറ്റത്തില്ല, ഓടാനും പറ്റത്തില്ല, ബസ് കയറാനും പറ്റത്തില്ല, ട്രെയിനിൽ കയറാനും പറ്റത്തില്ല, പോക്കറ്റും ഇല്ല, ഒരു കാര്യമില്ല. അതുകൊണ്ട് ആളുകൾ ഈ വസ്ത്രധാരണത്തിലേക്ക് മാറിയത്, എൻ്റെ വീട്ടുകാരടക്കമുള്ള ഈ വസ്ത്രധാരണത്തിലേക്ക് മാറിയത് എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഫാത്തിമാത്തുൽ മൂപ്പിലാൻ എന്നുള്ളൊരു കവിത, നമ്മൾ അറിയേണ്ടത് നമ്മുടെ ചരിത്രം തന്നെയാണ്. നമ്മൾ ആരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. നമുക്ക് ബ്രിട്ടീഷുകാരുടെ ചരിത്രം മുഴുവൻ നമുക്ക് അറിയാം, പക്ഷേ നമ്മുടെ ചരിത്രം, കേരളത്തിൻ്റെ ചരിത്രം എന്താണ്? കേരളത്തിന് വലിയ ചരിത്രമുണ്ട്. അത് ഇപ്പോൾ ശ്രീധരമേനോനൊക്കെ എഴുതി വെച്ചിരിക്കുന്ന രാജാക്കന്മാരുടേതായ ചരിത്രം മാത്രമല്ല, വേറെ ചരിത്രമുണ്ട്. ഇപ്പോഴേ രാജാവൊക്കെ മാറിയത് അറിയാതെ എല്ലാ രാജാക്കന്മാർ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ അറിയാൻ നടക്കുന്നുണ്ട്. എനിക്ക് അത്ഭവം തോന്നുന്നുണ്ട്, ഇദ്ദേഹം ഏത് രാജ്യത്ത് പണ്ടൊരാൾ മലമുകളിൽ ഒരുപാട് കാലം താമസിച്ചിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് പഴയ ആളുകളൊക്കെ അന്വേഷിച്ചു എന്ന് പറയുന്നതാണത്. രാജാവാണ്, ഒരു രാജാവ് നടക്കുകയാണ്. ഹിസൈനസ് അബ്ദുള്ള എന്നൊക്കെ പറയുന്നത് രാജാവ്. മീറ്റിങ്ങിനകത്തൊക്കെ പുള്ളി ഉദ്ഘാടകൻ, മീറ്റിങ്ങിനകത്തൊക്കെ രാജാവ് വന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഏത് രാജാവ്? എന്നെ സംബന്ധിച്ച് കൂടി എനിക്കറിയാവുന്ന രാജാവിനെ ചീട്ടിനകത്തുള്ള രാജാവ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു രാജാവും ഞാൻ മനുഷ്യൻ എന്നുള്ള നിലയ്ക്കല്ലാതെ ഒരു തരത്തിൽ ഞാൻ ബഹുമാനിക്കുന്നതല്ല. കവടിയാർ കൊട്ടാരം എൻ്റെ രാജ്യത്തിൻ്റെ സെക്രട്ടേറിയറ്റ് അല്ല. അതുകൊണ്ട് ആ ചരിത്രം എങ്ങനെയാണ് ഈ രാജഭരണം മാറിയത്, ആരെല്ലാമാണ് ഇതിനകത്ത് പങ്കെടുത്തവർ എന്ന ഒരു കാരണം വരെ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരോടും മക്കളോട് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കവിതയാണിത്. മൂപ്പിലാൻ. പകൽ പൊലിഞ്ഞു താരകൾ ഒളിവിൽ നിന്നിറങ്ങവേ കയർ വരിഞ്ഞ കട്ടിലിൽ കഥ വിരിച്ചു മൂപ്പിലാൻ. ഇരുവശത്തും അമ്മമാർ കുരുവികൾ കിടാങ്ങളും പശുമാടും മൈനയും ചുമരിലെ ചിലന്തിയും ഇരുളിലെ മരങ്ങളും മുറിവാലത്തെ ഗൗളിയും കിണറും പാളത്തൊട്ടിയും കറുകയും കാന്താരിയും. കഥ പറഞ്ഞു മുപ്പിലാൻ പടികൾ 100 കയറവേ സകല ജീവജാലവും അറിവുപാൽ കുടിക്കയായി. അമ്പലം കത്തി നശിച്ചാൽ അന്ധവിശ്വാസവും കത്തി. നമ്മളാരും പറഞ്ഞല്ലത് കേട്ടാ, സി കേശവൻ പറഞ്ഞാണ്. സി കേശവൻ നമ്മൾ അഭിമാനിക്കേണ്ടതായിട്ട് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. സി കേശവൻ എന്ന് പറയുന്നത് ഭരണാധികാരി രാജ്യത്തുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരും അത് വിശ്വസിച്ചിട്ടില്ല ഇപ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇങ്ങനെ ഭരണാധികാരിയുണ്ട്, ഇങ്ങനെ ഒരാളുണ്ടായിരുന്ന കോൺഗ്രസ്സിൽ ശബരിമലമ്പരം കത്തിയ ശേഷം ഇത്രയും അന്ധവിശ്വാസം പോയി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരൻ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഒരു വിശ്വാസം ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, അമ്പലം കത്തി നശിച്ചാൽ അന്ധവിശ്വാസവും കത്തി. സി കേശവൻ്റെ ഉൾക്കാഴ്ച നേരിൽ മുളച്ച സസ്യങ്ങൾ. കേശവമേനോൻ ജയിലിൽ ചോറിനായി നീട്ടിയ കൈകൾ. എപ്പി കേശവൻ വിശന്ന് വലഞ്ഞ് ജയിലിൽ കിടക്കുകയാണ്, വിദേശത്താണ്, ഒരു മാർഗവുമില്ല. അവസാനം ഒരു ജയിലർ കരുണ തോന്നിയിട്ട് കുറച്ച് ചോറ്, പക്ഷേ അതകത്തോട്ട് കടത്താൻ നിർവാഹമില്ല. ഇങ്ങനെ ഏതൊരു തുണി, ഷർട്ടിൻ്റെ മറ്റു തുണി ഇങ്ങനെ വിരിച്ച് പുറത്തോട്ട്, അതിന് അടികൾ ഇങ്ങനെ പുറത്തോട്ട് കാണിച്ചെടുത്ത് അതിനകത്ത് വറ്റിട്ട് കൊടുത്തിട്ട് അത് അകത്തേക്ക് വലിച്ചെടുത്തിട്ട് ആ മനുഷ്യൻ കഴിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അല്ല, സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കാനുള്ള എല്ലാ പരിപാടികളും നടത്തിയിട്ട് സ്വാതന്ത്ര്യ സമരം ഞങ്ങളുടെ കൊണ്ടൊരു ആവശ്യമാണെന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ്. അതൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ആൻഡമാൻ ദ്വീപിൽ പോകുമ്പോൾ സെല്ലുകാർ ജയിൽ കാണാൻ പോകണം. അവിടെ ആ കൂടി നേതാജി സുഭാഷ് ചന്ദ്രബോസ് വന്നിട്ടുള്ള ഒരു ജയിലാണ്. ഒരുപാട് മലയാളികൾ, പക്ഷേ അവിടെ 10, 16, 14 മലയാളികളുടെ പടവും പേരും മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷേ അവിടെ നിൽക്കുന്നവരൊക്കെ മലയാളികൾ. കാര്യം അവർ പറയുന്നത് ഞങ്ങളുടെ മുതിർന്ന നിലവറ എല്ലാം മലപ്പുറത്തുനിന്നും കോഴിക്കോട് നിന്നൊക്കെ ഇവിടെ വന്നതാണ്. വാഗൺ ട്രാജഡിയൊക്കെ ഉണ്ടായതിന് ശേഷം മലബാർ കലാപമൊക്കെ ഉണ്ടായതിന് ശേഷം ഞങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ആരുടെയും പടമില്ല. കുറച്ച് പേര് 10, 14 പേരുടെ പടം മാത്രമേ സെല്ലുകാർ ജയിലിൽ വെച്ചിട്ടുള്ളൂ. പക്ഷേ അവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് അവിടെ കുറച്ചു കാലം കിടന്ന VD സവർക്കറുടെ പടമാണ്. അദ്ദേഹം കിടന്ന ജയിൽ, അത് എഴുതിയ മറാഠി കവിതകൾ ഇതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്, അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അവിടുത്തെ അതിന് തൊട്ട് മുമ്പിൽ ജയിലിലേക്ക് കയറുന്നതിന് മുമ്പുള്ള സ്ഥലത്ത് ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രാധാന്യത്തോടെ വെച്ചിരിക്കുന്ന VD സവർക്കറുടെ പ്രതിമയാണ്. ആ വിമാനത്താവളത്തിൻ്റെ പേര് VD സവർക്കറുടെ പേരിലാണ്, ഇൻ്റർനാഷണൽ വിമാനത്താവളം, പോർട്ട് ബ്ലെയറിലെ.
അവർക്ക് തിരുത്താൻ പറ്റാതെ ഒരു സംഭവം. നാഗ്പൂരിലെ വിമാനത്താവളത്തിൻ്റെ പേര് ഇപ്പോഴും ഡോക്ടർ അംബേദ്കറിൻ്റെ പേരിലാണ്. എന്തുകൊണ്ടോ അടുത്ത കാലത്ത് തിരുത്തുമായിരിക്കാം, ഒരുപക്ഷെ എങ്ങനെയൊന്നും വന്നേക്കാം. കേശവമേനോൻ ജയിലിൽ ചോറിനായി നീട്ടിയ കൈകൾ, വക്കം ഖാദർ തൂക്കുതട്ടിൽ മൃത്യുവേവെന്ന കഥകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ ഉപ്പുലന്മാർക്ക് പങ്കെടുത്തിട്ടുണ്ടെന്നേ, അത് നമ്മൾ മറന്നു പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം എഴുന്നേറ്റ് ഇപ്പോൾ പറയും മഹാത്മാഗാന്ധി. ഓക്കെ, മഹാത്മാഗാന്ധി പങ്കെടുത്തു എന്നുള്ള കരുതി എനിക്ക് യാതൊരു സംശയമില്ല. നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, എല്ലാവരും ശരിയാണ്. പക്ഷേ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ആളുകളുണ്ട്. കൊച്ചു കേരളത്തിൽ നിന്ന് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് തൂക്കുമരത്തിൽ ഏറിയിട്ടുണ്ട്. വക്കം ഖാദർ മരിക്കുന്നതിന് മുമ്പ് മനസ്സിൽ വിചാരിച്ചൊരു കാര്യം, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ അദ്ദേഹത്തിൻ്റെ പിതാവിന് എഴുതിയ കത്തിനകത്ത് അതുണ്ട്. മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം വരുന്ന ഞാൻ. ഏറ്റവും കൂടുതൽ ദുഃഖത്തിൻ്റെ കവിയാണെന്നാണ് നമ്മൾ ഇടപ്പള്ളിയെക്കുറിച്ച് പറയുന്നത്. ആ ഇടപ്പള്ളിയുടെ 2 വരി കവിതയാണ് വക്കം ഖാദറിനെ തൂക്കിയേറെടുത്ത് കഴുത്തിലിടുവാൻ ധൈര്യം കൊടുത്തത് എന്നത് വലിയ തിരിച്ചറിവായി നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വക്കം ഖാദർ തൂക്കുതട്ടിൽ മൃത്യുവേവെന്ന കഥകൾ, കേശവദർശനത്തിനായി കേളപ്പന്നോറ്റ വിശപ്പ്. പി കൃഷ്ണപിള്ളയും എ.കെ.ജിയും കേളപ്പനുമൊക്കെ കൂടി ഗുരുവായൂർ നടത്തിയ സത്യാഗ്രഹം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കല്ലന്മാർത്തുടെ രാമണ്യമേനോൻ എന്ന് പറയുന്നൊരു കവി ഉണ്ടായിരുന്നു. ഓങ്ങല്ലൂർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ലൈബ്രറി ഉണ്ട്. അദ്ദേഹം എഴുതിയൊരു പാട്ടാണ് ആ സമരക്കാർ അന്ന് ആലോചിച്ചത്. കവികൾ കൂടി പങ്കുണ്ടെന്നേ, ഇത്തരം സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ കവികൾ കൂടി പങ്കുണ്ട്. നമ്മുടെ മുമ്പേ പോയ കവികളൊക്കെ ഇതിനകത്ത് പങ്കെടുത്തവരാണ്. വള്ളത്തോൾ മാത്രമല്ല, കല്ലന്മാർത്തുടെ രാമണ്യമേനോനും അംശിനാരായണപിള്ളയും എല്ലാവരും പങ്കെടുത്തതാണ്. കേശവദർശനത്തിനായി കേളപ്പന്നോറ്റ വിശപ്പ്, പഞ്ചമിക്കക്ഷരമുട്ടാൻ മുട്ടിപ്പുല്ലായ പ്രക്ഷോഭം. ഇന്ത്യ കണ്ട ആദ്യത്തെ സമരമാണ്, കർഷക തൊഴിലാളി സമരം. ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ വയലുകൾ ഞങ്ങളെ കൃഷി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അയ്യങ്കാളിയുടെ ഏറ്റവും ധീരമായ പ്രഖ്യാപനം. നമ്മുടെ മുമ്പേ പോയവരാണ്. മലയാളി എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ആൾക്കാരൊന്നുമല്ല, മലയാളികൾ അഭിമാനമുള്ളൊരു ജനതയാണ്. പൽക്കൂമ്പറുത്തു കൊടുത്ത് നങ്ങേലിയേറ്റ മരണം. ഒരു കാലത്ത് ഏറ്റവും നീചം, ഈ രാജാക്കന്മാർ ഭരിക്കുന്ന കാലത്താണ്. ഈ ഇപ്പോഴത്തെ പുതിയ രാജാവ് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. മുലകൾക്ക് നികുതി, മുലകളൊന്നും സാധാരണ ഉണ്ടാകുന്നൊരു കാര്യമില്ല, അതിന് നികുതി. അങ്ങനെ നികുതി വരിക്കാൻ വന്ന ഒരാളിൻ്റെ മുമ്പിൽ ഒരു സ്ഥലം അറുത്ത് കൊടുത്ത് അവിടെ മരിച്ചു വീണ നങ്ങേലിയോടൊപ്പം മരണമടഞ്ഞ കണ്ടൻ എന്ന അവരുടെ ഭർത്താവ്. ഇപ്പോഴും ചേർത്തലക്കാർക്ക് അതൊന്നും മറക്കാറായിട്ടില്ല, ചേർത്തലക്കാർ മറക്കുന്നില്ല. നങ്ങേലി കവല എന്ന് പറഞ്ഞ മുലച്ചിപ്പറമ്പെന്നൊരു സ്ഥലം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ മനോരമക്കാർ ഓഫീസൊക്കെ ഇട്ടപ്പോൾ മനോരമ കവല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു പത്രം ഒരു സത്യത്തെ മൂടി വയ്ക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പണ്ട് കാലം തൊട്ടേ പൽക്കൂമ്പറുത്തു കൊടുത്ത് നങ്ങേലിയേറ്റ മരണം, അല്ലമീൻ പത്രക്കളത്തിൽ അബ്ദുറഹ്മാൻ്റെ പോരാട്ടം. കോഴിക്കോട് നടന്ന ഏറ്റവും ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം കൊടുത്ത അബ്ദുറഹ്മാൻ. ഗാന്ധിയെ തീണ്ടുവാൻ പോയ ധീര ബഷീറിൻ്റെ നർമ്മം. ബഷീറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ അഭിമാനകരമായ കാര്യം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെ കണ്ടെന്ന് തൊട്ടു എന്നുള്ളതാണ്. അക്കൂട്ടത്തിലാണ് കാമരാജ നാടാർ. ഇവിടെ തിരുവനന്തപുരത്ത് എണ്ണ കച്ചവടത്തിന് വന്ന ഒരാളായിരുന്നു കാമരാജ നാടാർ. അദ്ദേഹം കൂടെ പോയി വൈക്കത്ത് വെച്ച് മഹാത്മാഗാന്ധിയെ കാണുകയും മഹാത്മാഗാന്ധിയുടെ ആളായിട്ട് പിന്നെ അദ്ദേഹം മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഗാന്ധിയെ തീണ്ടുവാൻ പോയ ധീര ബഷീറിൻ്റെ നർമ്മം, മുങ്ങിക്കപ്പൽ പടയൊട്ടി ചെമ്പകരാമ സന്ദേശം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഭടന്മാരുടെ പേരുകൾ പറയുന്ന കൂട്ടയിൽ ചെമ്പകരാമൻപിള്ളയുടെ കാര്യം ആരെങ്കിലും പറയാറുണ്ടോ, ഓർക്കാറുണ്ടോ ആരെങ്കിലും? ചെമ്പകരാമൻപിള്ള തിരുവനന്തപുരത്തുകാരനായിരുന്നു. അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് ഒരു മുങ്ങിക്കപ്പലിൽ ഇന്ത്യൻ തീരത്തേക്ക് വരുന്ന ഒരു കഥ നിങ്ങൾ ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. വൈക്കത്തെ പാതവക്കത്ത് അഗ്നിയായി ഇവിയാർപ്പേച്ച് ആമചാടിത്തേവനൊപ്പം പാടിയ കമ്മട്ടിപ്പാട്ട്. ആരെല്ലാമാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്? ഈ വിരാമസ്വാമി നമുക്കറിയാം, ടി.കെ. മാധവൻ നമുക്കറിയാം, അങ്ങനെ പല ആളുകളുടെയും പേരറിയാം. പക്ഷേ നമ്മൾ മറന്നു പോകുന്നൊരു പേര് ആമചാടിത്തേവൻ എന്നൊരു മനുഷ്യൻ്റെ പേരാണ്. കീഴാളനായിട്ടുള്ള പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ പേരാണ്. അദ്ദേഹം സമരത്തിൽ പങ്കെടുത്തതിന് അന്നത്തെ അവിടുത്തെ വലിയ ആൾക്കാർ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തെ പിടിച്ച് തെങ്ങിൽ കെട്ടിയിട്ട് കണ്ണിനകത്ത് ഈ കമ്മട്ടിപ്പാല് കണ്ണ് പൊട്ടിപ്പോകുന്ന ഒരു കറ തേക്കുമായിരുന്നു. കണ്ണ് രണ്ടും കാണാതായിപ്പോയി. മഹാത്മാഗാന്ധി വടക്കേണ്ടിയിരുന്നും ഡോക്ടർമാരെ പറഞ്ഞയച്ച് ചികിത്സിപ്പിച്ചിട്ട് പോലും ആമയാടിത്തേവൻ്റെ കണ്ണ് ശരിയായില്ല. ആമയാടിത്തേവൻ എന്ത് സ്മാരകം? ഒരു സ്മാരകമില്ല. അതുകൂടി മണർകാട് ശശികുമാർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയൊരു കവിത മാത്രമാണ് ആമചാടിത്തേവനെ കുറിച്ചുള്ള സ്മാരകമായിട്ട് ഇന്ന് കേരളത്തിലുള്ളത്. നമ്മൾ ഓർക്കണം അതൊക്കെ. വൈക്കത്തെ പാതവക്കത്ത് അഗ്നിയായി വിയർപ്പേച്ച് ആമചാടിത്തേവനൊപ്പം പാടിയ കമ്മട്ടിപ്പാട്ട്.
തോണിപ്പടയ നയിച്ച് കുഞ്ഞാലി വീശിയ വാള്. നമ്മളെ നേവിയുടെ കാര്യത്തിൽ മോശക്കാരായിരുന്നില്ല. നാവികസേന, കുഞ്ഞാലി മരക്കാർ, ചെമ്പിലരയൻ, വലിയ കക്ഷികളാണ് കേട്ടോ. അഭിമാനിക്കണം. എൻ്റെ നിങ്ങളുടെ മുമ്പേ പോയ ആൾക്കാർ മോശപ്പെട്ട കക്ഷികളൊന്നും ആയിരുന്നില്ല. കേരളീയർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അഭിമാനിക്കണം എന്ന് ഞാൻ പറയുന്നത് ഈ ചരിത്രം നമുക്ക് ഉള്ളതുകൊണ്ടാണ്. തോണിപ്പടയ നയിച്ച് കുഞ്ഞാലി വീശിയ വാള്, കായലിൽ കാര്യം പറഞ്ഞ് പണ്ഡിറ്റ് കറുപ്പൻ്റെ വീറ്. പണ്ഡിറ്റ് കറുപ്പൻ യോഗം നടത്തണം. കൊച്ചി മഹാരാജ പറഞ്ഞു മണ്ണിലൊക്കെ നടത്താൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. കൊച്ചി മഹാരാജ്യത്ത് നിങ്ങളുടെ യോഗം ഇല്ല. അത് എന്താ ചെയ്തത്? അദ്ദേഹം കൊച്ചി കായലിൽ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി അവിടെ യോഗം നടത്തി ആളുകളെ വള്ളത്തിനകത്തിരുത്തി അദ്ദേഹം വർത്തമാനം പറഞ്ഞു. അങ്ങനത്തൊക്കെ കണ്ട കേരളമാണ് നമ്മുടെ കേരളം. ചെറിയ രാജ്യമല്ല. വേദപാഠം ചാരമാക്കി യോഹന്നാൻ തീർത്ത നൽപ്പൊയ്ക. ബൈബിൾ കത്തിച്ച് പറഞ്ഞു. കത്തിച്ച് തന്നത് അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞായിരുന്നു. മുഴുവൻ ഞാനത് വായിച്ചു നോക്കി. കമ്പോട് കമ്പ് ഞാനത് വായിച്ചു നോക്കി. കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. എൻ്റെ വംശത്തിൻ്റെ കഥ എഴുതാൻ ഈ നാട്ടിൽ ആരുമില്ലാതെ പോയല്ലോ എന്നോർത്ത് വിലപിക്കുന്ന പൊയ്യലപ്പച്ചനെ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം ഈ ബൈബിൾ കത്തിച്ച് കളയായിരുന്നു. ആ കേസിൽ അതുപോലുള്ളൊരു കേസിലാണ് അദ്ദേഹം കോടതിയിലെത്തേണ്ടി വരികയും നിങ്ങൾ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുന്നതിന് ഉത്തരവായിട്ട് ക്രിസ്ത്യാനിയല്ല. പിന്നെ ഏതാണ് നിങ്ങളുടെ സഭ എന്ന് ചോദിച്ചപ്പോൾ ആകസ്മികമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. എനിക്കതിനകത്തിലെ സന്തോഷമുള്ളത് പ്രത്യക്ഷത്തിലാണല്ലോ രക്ഷ, മരണാനന്തരമല്ല. മരണാനന്തരം ഹൂറിമാരുണ്ട്, ബാർ അറ്റാച്ചഡ് ഹോട്ടലൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നതിനകത്തൊന്നും നമുക്ക് വിശ്വാസമില്ല. ഉണ്ടെങ്കിൽ ഇവിടുത്തെ ബാറിൽ കയറണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഹൂറിയെ കാണണം അങ്ങനെയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പ്രത്യക്ഷ രക്ഷയെക്കുറിച്ചാണ് പറഞ്ഞത്. വേദപാഠം ചാരമാക്കി യോഹന്നാൻ തീർത്ത നൽപ്പൊയ്ക, കയ്യൂർ സഖാക്കളോടൊപ്പം കൈമേയി മറന്ന ചരിത്രം. കയ്യൂർ പോയിട്ട് നദിയുടെ തീരത്ത് കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ തൊട്ടിങ്ങനെ നിൽക്കണം. അപ്പോഴറിയാം 4 ചെറുപ്പക്കാർ എങ്ങനെയാണ് കേരളത്തിൻ്റെ ചരിത്രമായി, കേരളത്തിൻ്റെ രക്തമായി മാറി. നമ്മുടെ രക്തം ഇങ്ങനെ തിളച്ച് വരുന്നത് നമുക്കവിടെ വെച്ച് അറിയാൻ പറ്റും. കേരളമെന്നു കേൾക്കുമ്പോൾ തീകുരുക്കുന്ന ചരിത്രം, പോരാളികൾ അഭിമാനം വാനോളമെയ്ത ചരിത്രം. പകലുണർന്നു പട്ടണം പുക കുടിച്ചു വിങ്ങവേ, കയർ വിരിഞ്ഞ കട്ടിലിൽ കഥ കഴിച്ചു മുപ്പിലാൻ. ഇങ്ങനെയുള്ള കാരണവന്മാരുണ്ട് നമുക്ക്. ആ കാരണവന്മാർ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിയും. കേരളം കണ്ട ഏറ്റവും അസാധാരണമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് നാരായണ ഗുരു ജാതി ഉപേക്ഷിച്ചു എന്നുള്ള ആ പ്രസ്താവനയിൽ ഒപ്പിടുന്ന ദിവസമാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ആലുവയിൽ അദ്ദേഹം താമസിക്കുന്ന ആ സമയത്ത് ഉണ്ടായ ഒരു കാര്യമാണ് ജാതി മതവും നമ്മൾ ഉപേക്ഷിച്ചു എന്നുള്ളത്. അതിൻ്റെ രാത്രിയിൽ തീർച്ചയായിട്ടും അദ്ദേഹം അനുഭവിച്ച ടെൻഷൻ എത്ര വലുതായിരിക്കും എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ടെൻഷനോട് കൂടി അദ്ദേഹം അവിടെ പോയി ആലുവപ്പുഴയിൽ ഇറങ്ങി കുളിക്കുകയും ഈ ആലുവപ്പുഴ ഉത്ഭവിക്കുന്ന ആ ഏരിയയുടെ പേര് ശിവഗിരി കുന്നുകൾ എന്നാണ്. ഈ ശിവഗിരിയല്ല, വർക്കല ശിവഗിരി എന്നല്ല ആലുവപ്പുഴ ഉത്ഭവിക്കുന്നത്. അതെല്ലാം കാണുകയും ചെയ്തു. ആ ദിവസം ആ വെളുപ്പാങ്കാലത്തിൻ്റെ ഒരു ചിത്രമാണ് കേരളത്തിൻ്റെ ചരിത്രമായിട്ട് ഏറ്റവും ഗാഠമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചിത്രമാണിത്. ആലുവപ്പുഴയിൽ ഒരു പുലരിയിൽ പെരുമഴ തോർന്നു ചെരാത് ഉദിച്ച പോലെ, ബഹളമൊഴിഞ്ഞു പ്രശാന്തി പൂത്ത പോലെ, കരിമുകിലാധിയഴിഞ്ഞ ശ്യാമവിണ്ണിന്നറുകയിലുണ്ട് ഒരു പീതരമ്യതാരം. ഗുരുതര ചിന്തകളോടെ അന്ന് ഉഷസ്സിൽ ഗുരു വിഷമുദ്രകൾ കണ്ടറിഞ്ഞു വന്നു. കുയിലുകൾ പാടിയുറഞ്ഞ ഗ്രാമവൃക്ഷം കഥയറിയാതെ അതുതന്നെ നോക്കി നിന്നു. ചെറുതിരമേഞ്ഞു തളർന്ന ചൂർണിപ്പുഴയുടെ നീലജലപ്പുതപ്പിനുള്ളിൽ ഇണയുടെ വാലു പിടിച്ചുലഞ്ഞു പോകും കുനുകുനു മീനുകളെന്ന പോലെ മോഹം. കുടിച്ചിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് വലിയ ബോധോദയം അദ്ദേഹം ഞാൻ ജാതി മതമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരുപാട് കാലമായി. അതിപ്പോൾ SNDP അത് മറന്നുപോയി എന്നാണ് തോന്നുന്നു കേട്ടോ. എനിക്കറിയാം, അവർ വളച്ചാൽ ജാതി മാത്രമേ അവർ പറയുന്നുള്ളൂ. അദ്ദേഹത്തെയാണ് നമ്മൾ ഈ നവോത്ഥാന സമിതിയുടെ ചെയർമാനായിട്ട് വെച്ചിരിക്കുന്നത്. എന്തർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലായി. വാ തുറന്നാൽ ഇത് മാത്രമേ പറയത്തുള്ളൂ, ജാതി മാത്രമേ പറയത്തുള്ളൂ. ദേവൻ എന്നാണ് നാരായണ ഗുരുവിനെ അവർ വിളിക്കുന്നത്. ആരാ ദേവന്മാർ നിങ്ങൾക്കറിയാമല്ലോ. പുരാണങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാത്തരം കൊള്ളരായ്മകളും കാണിച്ചവരുടെ പേരാണ് ദേവൻ എന്നുള്ളത്. മദ്യപാനം, വ്യഭിചാരം, ആളുകളെ കൊല്ലൽ, യാതൊരു ആക്രമണങ്ങളും. അവിടെ മഹാബലിയൊക്കെ അവരല്ലേ കൊന്നളഞ്ഞ. മഹാബലി എന്തെങ്കിലും തെറ്റ് ചെയ്ത ഒരാളാണ്? അല്ലല്ലേ. മഹാബലിയുടെ ഭാര്യ വിന്ധ്യാവലിയുടെ ഒരു കരച്ചിലുണ്ട്.
ഒരു തെറ്റും ചെയ്യാത്ത അവരുടെ ഭർത്താവിനെ ചവിട്ടി കൊല്ലില്ലായിരുന്നു. അത് അവരൊക്കെ അങ്ങനെയുള്ളവരൊക്കെ ദേവന്മാരെന്ന് പറയും. ദേവന്മാരുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്കറിയാമല്ലോ. അന്ന് ഈ സ്ത്രീകൾക്ക് വേണ്ടി ഒരു വനിതാ കമ്മീഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ 1000 വട്ടം ശിക്ഷിക്കുമായിരുന്ന ഒരാളാണ് ദേവേന്ദ്രൻ. അപ്പോൾ അക്കൂട്ടത്തിലാണ് നാരായണ ഗുരുവിനെ പെടുത്തിയിരിക്കുന്നത്. ഗുരുദേവൻ എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ഗുരുദേവനാകുന്നത്? ഗുരു മനുഷ്യനാണ്. നാരായണ ഗുരു നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനുഷ്യനാണ്. മനുഷ്യരിലെ ഏറ്റവും വലിയ പ്രതിഭയാണ് നാരായണ ഗുരു. ആ രീതിയിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.